നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചെറുവാഞ്ചേരി നവരസ കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ പി.വി. പത്മനാഭൻ മാസ്റ്റർ ജില്ലാതല ഏകപാത്ര നാടക മത്സരം സംഘടിപ്പിച്ചു. കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനവും കെ.പി. മോഹനൻ എം.എൽ.എ. സമാപന സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു. ചെറുവാഞ്ചേരി നവരസ കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ നാടക നടനും പൊതുപ്രവർത്തകനുമായിരുന്ന പി.വി. പത്മനാഭൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ജില്ലാതല ഏകപാത്ര നാടക മത്സരം സംഘടിപ്പിച്ചു. കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരുപാട് നാടക സ്നേഹികളും നാടക പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരികരും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ സാംസ്കാരിക മണ്ഡലങ്ങളും ഒക്കെ അതിൻ്റെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ സമയത്താണ്. നാടകത്തിനും അങ്ങനെ തന്നെ ആരൊക്കെയോ പറഞ്ഞതുപോലെ നാടകം അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇന്ന് ചെറുവാഞ്ചേരിയായാലും കൂത്തുപറമ്പായാലും നമ്മുടെ പരിസരങ്ങളൊക്കെയും നാടകത്തിൻ്റെ പുതിയൊരു ഉണർവിൻ്റെ പാതയിലാണ്, അതിൻ്റെ ആഘോഷത്തിലാണ് നാം ഓരോരുത്തരും. കൂത്തുപറമ്പ് ബന്ധപ്പെട്ട് നിരവധിയായ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മളൊക്കെയും അതിൻ്റെ ഭാഗവാക്കുകളായതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കും. കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ വേദിയിൽ അല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്നു ഇവിടെ ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ രാജേന്ദ്രൻ നായരിനെ പോലുള്ളവർ സ്റ്റേജിൽ എത്തിക്കൊണ്ട് നാടകത്തെ പറ്റി പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജേന്ദ്രൻ തായാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. ചെറുവാഞ്ചേരി എന്ന് പറയുന്ന നാടകത്തിന്റെ ഈറ്റില്ല, അവിടെ ഇതുപോലുള്ളൊരു ഏകപാത്ര നാടക മത്സരം അരങ്ങേറുന്നത്. നമുക്കറിയാം, ചെറുവാഞ്ചേരിയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക കലാരംഗങ്ങളിൽ നമുക്ക് മുൻപിൽ നടന്നു പോയിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഞാനിവിടെ പേരെടുത്ത് പറയുന്നില്ല. കാരണം വെടിക്കെട്ടുകാരൻ്റെ വെടിപ്പുരയിൽ ഞാൻ എന്തിന് ഉടുക്കു കൊട്ടണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. എല്ലാവർക്കും അറിയാം ഈ ചെറുവാഞ്ചേരിയുടെ കലാപാരമ്പര്യത്തെക്കുറിച്ച്. എന്നാലും ചിലരുടെ പേര് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പത്മനാഭ മാസ്റ്ററിനെ പോലുള്ള ഒരു പ്രതിഭയുടെ പേരിലുള്ള ഒരു നാടക മത്സരം നടക്കുമ്പോൾ അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഒരുപാട് പ്രഗത്ഭനായിട്ടുള്ള നാടക പ്രവർത്തകർ നമുക്കുണ്ടായിട്ടുണ്ട്. കൺവീനർ പന്നിയോടൻ ചന്ദ്രൻ, കെ സമീർ, കെ അശോകൻ, പി സുരേന്ദ്രൻ, രാജു എക്കൽ, വി രാജു, EMC മുഹമ്മദ്, സി സജീവൻ, മുണ്ടോളി രാജൻ, സത്യൻ കാവിൽ, കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ രേഷ്മ അനിൽ ശീലം എന്ന നാടകം അവതരിപ്പിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ശ്രീലക്ഷ്മി പവിത്രന്റെ പാവവീട് നാടകം 2ാം സ്ഥാനവും, രാകേഷ് PC-യുടെ അച്ഛൻ, അനവധിയുടെ വെറുമൊരു ക്ലർക്ക് എന്നീ നാടകങ്ങൾ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം സാഹിത്യകാരൻ ഡോക്ടർ TK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകരായ സുരേഷ് കുമാർ, നിഹാരിക S മോഹൻ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഇല്ലോളി സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഡോക്ടർ KM ചന്ദ്രൻ, സവ്യസാജി, വിനോദ് നരോത്ത്, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി.
സമഗ്ര ന്യൂസ് പാനൂർ.